बैक वरा चलो कितने पर ये फ्रेंडली कटा What a welcome. Gambhira speaker from Rajagiri. So, all dancers, give them a big round of applause. So,
Saturday night team is here. Vachanakiko. നിവിൻ എങ്ങനെ ഉണ്ടായിരുന്നു സ്വീകരണം എങ്ങനെ ഉണ്ടായിരുന്നു? നമസ്കാരം. നമ്മളെ എനർജറ്റിക് ആയിട്ടുള്ള ഡാൻസ് അടിപൊളിയായിരുന്നു. രാജഗിരി എപ്പോഴും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാനും ഒരു രാജഗിരി പ്രൊഡക്റ്റാണ്. എൻ്റെ സ്കൂൾ ജീവിതം ഏറ്റവും മനോഹരമാക്കിയത് രാജഗിരിയാണ്. രാജഗിരി ഒരുപാട് ഓർമ്മകൾ എനിക്ക് മജുവിനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. എനിക്ക് തോന്നുന്നു ഏതോ അല്ലല്ല സ്കൂൾ 10ാം ക്ലാസ് വരെ, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ രാജഗിരി ക്യാമ്പസിലാണ് ഞങ്ങളുടെ പഠിച്ചത്. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ആ സമയത്ത് വട്ടക്കരശനായിരുന്നു. അച്ഛനെപ്പോഴും ഒരു അല്ലേ നമ്മളെപ്പോഴും അച്ഛനായിട്ട് കോണ്ടാക്റ്റിൽ ഉള്ളവരാണ്. നിങ്ങളുടെ ഇവിടെ വരാൻ കഴിഞ്ഞാൽ സന്തോഷം. നിങ്ങളുടെ ഇവിടെ ഫെസ്റ്റ് നടക്കുകയാണെന്ന് പറഞ്ഞു. ബിസിനസ് ഫ്രണ്ട്സിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല കൂട്ടുകാരുകളുണ്ട് അല്ലേ, നല്ല ഗ്യാങ് ആയിട്ടുള്ള ഒരുപാട് പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്യാങ്ങിൻ്റെ പറയുന്നതാണ്. ഇതിനിടയിൽ രസങ്ങളും തമാശകളും ഇമോഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ മിക്ക കോളേജിൽ പോകുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കോളേജ് ലൈഫ് അത് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ ആസ്വദിക്കണം. പഠനത്തിൻ്റെയും എൻജോയ് ചെയ്ത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ജോലിയും തിരക്കുകളും കല്യാണം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. പക്ഷേ ഇപ്പോൾ ഉള്ള ലൈഫ് നിങ്ങൾ അടിച്ച് പൊളിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ലൈഫ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇവിടെ വരാൻ കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞാലെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. അജു കുറേ നേരമായി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഒരു സ്പീച്ചൊക്കെ റെഡിയായി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മൈക്ക് ഞാൻ അജുവിനെ കൈമാറിയാണ്. കൊതിയാണ്. നല്ല സന്തോഷം. രാജഗിരിയിലോട്ട് തിരിച്ചു വരുമ്പം അവൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോണ ഫീല് ആണ്. ആദ്യം ഇപ്പോൾ രാജഗിരിയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബേസ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അന്ന് സാഡ്ലി അത് ബോയ്സ് ഓൺലി മാത്രമായിരുന്നു അല്ലേ. അപ്പം ഞങ്ങൾക്കുള്ളതിൻ്റെ ഒരു ആകെ സമാധാനം തൊട്ടടുത്തുള്ള പബ്ലിക് സ്കൂളാണ്. അവിടെയാണ് അൽഫോൺസ് പുത്രം പഠിച്ചത്. നമ്മൾ ഒരുമിച്ച് അതേ ബാച്ചാണ് അൽഫോൺസ്. അപ്പോൾ ഏതായാലും കമ്മിങ് ബാക്ക് ടു കോളേജ് എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ അസൂയയും കൊതിയും വിട്ടു മാറുന്നില്ല. സത്യമാണ്. ഇപ്പം ഇവിടെ ഡാൻസ് ചെയ്ത കുട്ടികൾ മനോഹരമായിട്ടൊരു വെൽക്കമിങ് ആണ് തന്നത്. തീർച്ചയായിട്ടും പറയണം, ഇൻഫാക്ട് ഞങ്ങളെക്കാളും നന്നായിട്ട് അവർ കളിച്ചു. ഞങ്ങൾ ആ പാട്ടിൽ കളിച്ചതിൻ്റെ പിന്നിൽ വലിയ കഥയാണ് പറയുന്നത്. ഏതായാലും സാറ്റർഡേ നൈറ്റ്സ് അതാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ സംഭവിക്കാനുള്ള കാരണം. പേഴ്സണലി എനിക്ക് നിവിനോടൊപ്പം കുറച്ച് സിനിമകളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിവിനോടുള്ള സിനിമകൾ വെരി പേഴ്സണൽ. ആദ്യത്തെ സിനിമ ഒരുമിച്ചായിരുന്നു, 12 വർഷമായി. അപ്പം അതിനുശേഷം വീണ്ടും ഒരു സിനിമ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം വെരി എക്സൈറ്റഡ്. അത് ഏറ്റവും വലിയ സന്തോഷം. റോഷൻ ആൻഡ്രൂസ് എന്ന ബ്രാൻഡ്, റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടർ, അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഇതിൻ്റെ ഒരു സന്തോഷം. തീമൊക്കെ ഫ്രണ്ട്ഷിപ്പ് നിവിൻ പറഞ്ഞ പോലെ തന്നെയാണ്. അതെന്നും നിലനിൽക്കുന്ന തീമാണ്. എല്ലാ വർഷവും ഒരു പുതിയ ബാച്ച് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവുന്നു. എല്ലാ ദിവസവും പുതിയ സൗഹൃദങ്ങൾ ചുറ്റുവട്ടത്തുണ്ടാവുന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ തന്ന സ്നേഹം സിനിമ റിലീസ് ആകുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തരണം. താങ്ക് യു സോ മച്ച്. Okay, let's welcome Grace Kayode. What's up, Rajagiri? Oh! ഇവര് പറഞ്ഞ പോലെ അമ്മച്ചിയാണ് എനിക്ക് രാജഗിരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ തൊട്ട അയൽവക്തിയാണ്. ഇവിടെ പാലച്ചൂടാണ് എൻ്റെ വീട്. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ഡാൻസൊക്കെ. ഞാനും ഇതുപോലെ കോളേജിൽ ഈ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിച്ച ടീമിൽ ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഡാൻസ് കളിക്കാം. ഒരു ഡാൻസേ ഉള്ളോ?
ഒരാഴ്ച ഉണ്ടോ? ഇല്ലേ? ചുള്ളന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നത് ഞാൻ ചെയ്യണോ? ഇറങ്ങി വാ, അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാ. ഒറ്റയ്ക്ക് കളിക്കില്ല, നിങ്ങൾ കൂടെ കളിക്കണം. അപ്പോൾ എനിവേ നമുക്ക് കളിക്കാം. സാറ്റർഡേ നൈറ്റാണ് ഞങ്ങളുടെ ഭയങ്കര ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യൽ സന്തോഷം. അപ്പോൾ എല്ലാവരും പടം കാണുക. പ്രണയിക്കുന്നവർക്കും സൗഹൃദമുള്ളവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. Thank you, Grace. So let's welcome Malavika with a big round of applause. Hi guys. അപ്പോൾ രാജഗിരിയിൽ വരുന്നതിൻ്റെ മുന്നേ എനിക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇത് MBA ആണോ? ഞാനിപ്പോൾ ഒരു MBA പ്രോഡക്റ്റ് ആണ്, ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, പഠിക്കാൻ ഒട്ടും ഇഷ്ടമായിട്ട് പഠിച്ചല്ല കേട്ടോ, അമ്മ നിർബന്ധിച്ച് വിട്ടതാ, തീരെ ഇഷ്ടമല്ല പഠിക്കാൻ. അപ്പോൾ ഒരു MBA ചെയ്യാനൊന്ന് പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് രാജഗിരിയിൽ വരാനായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത്. എല്ലാവരും പറഞ്ഞു രാജഗിരിയിൽ പോയാൽ മതി, അടിപൊളിയായിരിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു രാജഗിരി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന്, അടിച്ചു പൊളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോൾ തോന്നൽ മാറി, ഇവിടെ ചേർന്നാൽ മതിയെന്ന് തോന്നുക. ആൻഡ് വന്നപ്പോൾ ക്രൗഡ് എല്ലാവരും ഭയങ്കര അമേസിങ്. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, അപ്പോൾ എൻ്റെ തിയേറ്റർ റിലീസ് ആവാൻ പോകുന്ന എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഹലോ. അപ്പം അത് നിവിൻ ചേട്ടൻ്റെ കൂടെ ഗ്രേസ് ചേച്ചി, സാനിയ, സൈജു കുറിപ്പ്, സിജു വിൽസൺ, ഇത്ര ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റുക. സോറി, റിയലി? ഓ മൈ ഗോഡ്, അമേസിംഗ്. ഏത് സ്കൂളായിരുന്നു? ഓ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ കോളേജിലൊക്കെ എനിക്ക് ഒരു പക്ഷെ രാജഗിരിയിൽ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് MBA എടുക്കാൻ പറ്റില്ലായിരിക്കും. എനിക്ക് കോളേജിൽ അറ്റൻഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഓഡീഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എപ്പോഴും ലീവൊക്കെ എടുക്കും. അതിന് തീരെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷെ രാജഗിരിയിൽ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് പാസ്സാവാൻ പറ്റില്ലായിരുന്നു. ആൻഡ് യാ, അപ്പോൾ ഫസ്റ്റ് മൂവിയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, ടെലിഗ്രാമിലൊന്നും കാണരുത്. ആൻഡ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. Thank you. ഏറ്റവും ആദ്യത്തെ മൂവിയാണ്. സോ ലെറ്റ്സ് ഗിവ് her a big round of applause. Make some noise for her. So നമ്മൾ സാറ്റർഡേ നൈറ്റ് പ്രീ റിലീസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. വി ജസ്റ്റ് സ്റ്റാർട്ടഡ്. നമ്മളായിട്ട് ഒരു സ്പെഷ്യൽ ഇന്ററാക്ഷൻ സെഷൻ ഉണ്ട്. അതിനു മുന്നേ നമുക്ക് ട്രെയിലർ പ്ലേ ചെയ്യണം. സോ ആർ യു ഗൈസ് റെഡി? മാളവിക, ഗ്രേസ്, പ്ലീസ് ബി സീറ്റഡ്. സോ നമുക്കൊരു വെരി സ്പെഷ്യൽ വ്യക്തിയെ കൂടി വിളിക്കാനുണ്ട് ഈ സ്റ്റേജിലേക്ക്. നിവിൻ പോളിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് അദ്ദേഹത്തിനെ നമ്മൾ വിളിക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ശരത് is here. Let's welcome Mr. Sharath on stage. Okay, ready. Lights off. Off-ആക്കാൻ പറ്റുമോ? ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റുമോ? Lights off. Okay, so I say Saturday. കോഴിക്കോട് സോ ഇതുകൊണ്ടാണ് നമ്മൾ കോളേജിലേക്ക് വരാൻ കാരണം. കളർഫുൾ ക്രേസി കൂട്ടുകാരുടെ കഥയാണ്. കോളേജ് ഇസ് ഓൾ അബൌട്ട് കൂട്ടുകാരുടെ കഥകൾ. സോ നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത് നിവിനോടാണ്. Can we have the mic? Mic ഉണ്ടോ? ഓക്കെ, ആ ടേപ്പ് റെക്കോർഡർ അവിടെ എവിടെ ഇങ്ങോട്ട് ഓടി വാ. ഞാൻ പകുതി വിടാം. ഓക്കെ, ഡിവിജേട്ടൻ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡിവിജേട്ടൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എന്താണ്? ലെഫ്റ്റ് ഹാൻഡർ ആയതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
അതുകൊണ്ട് ചോദിച്ചത്. നീയും ലെഫ്റ്റ് ഹാൻഡർ ആണോ? എന്നാ അതാണ് പറഞ്ഞാൽ പോലെ. നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടേണ്ടത്? ഡിസേബിൾഡ് പേഴ്സൺ ആണെന്നുള്ള മട്ടിലാണ്. ശരി. അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. ലെഫ്റ്റ് ഹാൻഡേഴ്സ് എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു ലെഫ്റ്റ് ഹാൻഡറിന്റെ എഴുതുമ്പോൾ ഒരു അറ്റൻഷൻ എല്ലാവരും എടുത്ത് ചോദിക്കാറുണ്ട്. ഓ ലെഫ്റ്റ് ഹാൻഡർ ആണോ എന്നിങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ലെഫ്റ്റ് ഹാൻഡ് ഒരു അഡ്വാൻറ്റേജ് ആണ് ബ്രോ. ഇരിക്കും. താങ്ക് യു. സോ അടുത്ത ആളിലേക്ക് പോകാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നീചോട്ടനാണ് ചോദ്യം. ആസ് എ ഫ്രണ്ട് എന്ന നിലയിൽ അജി ചേട്ടനെ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്? കൂട്ടുകാരനാക്കുമ്പോൾ എന്ത് കണ്ടിട്ടാണ് കൂട്ടുകാരനാക്കിയത്? എന്ത് കണ്ടിട്ടാണ് എന്നെ കൂട്ടുകാരനാക്കിയെന്നോ? ഈ ഒരു വടക്കൻ സെൽഫിയിലൊരു ഡയലോഗ് ഉണ്ട് ഞാൻ അജുവിൻ്റെ അടുത്ത് പറയുന്നത്. എടാ കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് പറഞ്ഞു തരാനാണ് യഥാർത്ഥ കൂട്ടുകാരൻ അല്ലേ? ഏകദേശം ആ കറക്റ്റ് വടക്കൻ സെൽഫിയിൽ അജു ആണ് യഥാർത്ഥ എൻ്റെ സുഹൃത്തായിട്ട് നിൽക്കുന്ന അജു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹായ് നിവിൻ ചേട്ടാ, ഞാൻ നിവിൻ ചേട്ടൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ്. ഹലോ. ഹായ്. ഹായ്, എൻ്റെ പേര് സഞ്ജിത്ത്. ആ. ഞാൻ ഇതിനു മുമ്പ് നിവിൻ ചേട്ടനെ ഒരു 8 കൊല്ലം മുന്നേ കണ്ടിട്ടുണ്ട് ഹൈക്കോർട്ട് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട്. ഇതൊക്കെ ഓർക്കുന്നുണ്ട്. അത് മതി, എന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ നിവിൻ ചേട്ടൻ്റെ അത്രയും ഫേമസ് ആയിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ നിവിൻ ചേട്ടൻ്റെ എല്ലാ സിനിമകളും കാണുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിവിൻ ചേട്ടൻ്റെ ഫാൻ ആയതുകൊണ്ട് തന്നെ നിവിൻ ചേട്ടൻ്റെ സിനിമകൾ വളരെ നല്ലതാകുമ്പോൾ ഞാൻ ഷോറൊക്കെ കുറച്ച് മോശമായി കഴിഞ്ഞാൽ വീട്ടുകാരെന്നെ തല്ലിക്കൊല്ലാൻ പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, തുറമുഖം എന്ന് പറയുന്ന സിനിമ ഒന്ന് അടിയന്തരമായിട്ട് ഇറക്കണം. കാരണം എനിക്ക് ഇത് കാരണം ജീവിക്കാൻ വയ്യ. തുറമുഖം എൻ്റെ പോക്കറ്റിലല്ല ഇരിക്കണേ. ആ സിനിമ പോലെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ചില അല്ലേ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം കാരണം അത് ഇത്തിരി പ്രശ്നത്തിലിരിക്കുകയാണ്. അതെനിക്ക് നവംബർ ഡിസംബറിൽ റിലീസാവുമെന്നാണ് കേൾവി. നമ്മുടെ പ്രൊഡ്യൂസർമാരിൽ ഏറ്റവും മുൻപന്തിയിൽ ഇപ്പോൾ നിൽക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇപ്പോൾ സിനിമ മുന്നോട്ട് റിലീസിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ലിസ്റ്റിൻ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് അത് റിലീസാകുമെന്ന് വിശ്വസിക്കുന്നു. അന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു E63 നോക്കിയ അതിൽ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു ഫോട്ടോയും കൂടെ അവിടെ സ്റ്റേജിൽ വന്ന് എടുത്തായിരുന്നു. പിന്നെന്താ നമ്മള് ഓക്കെ, ചുളുവിൽ മച്ചാൻ കാര്യം സാധിച്ചു. So any more questions? No. Okay, one final question. Hello. Okay. ഹലോ നിവിൻ ചേട്ടാ. ഹായ്, ഞാൻ നിവിൻ ചേട്ടൻ വലിയൊരു ഫാനാണ്. ഇന്നാള് പടവട്ടിൻ്റെ ടീസർ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എന്നാണ് ഇനി വരാൻ ഉദ്ദേശിക്കുന്നത്? പുറത്തൂർ. ഓക്കെ, നമ്മൾ സാറ്റർഡേ നൈറ്റിന്റെ പടവെട്ടി ഒക്ടോബർ 21 റിലീസ്. ഒക്ടോബർ 21. സൂപ്പർ. സോ പടവെട്ടിനും ഒരു വലിയ കൈയടി. എനിക്കിവിടെ സംശയം തോന്നിയൊരു കാര്യം, രാജഗിരി പഠിച്ചല്ലോ, ഈ എന്താ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ 10th കഴിഞ്ഞപ്പോഴാണ് +2 വന്നത്. അങ്ങനെ രാജഗിരിയിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹത്തിൽ ഞാനന്ന് അപ്ലൈ ചെയ്തു. അന്ന് എനിക്ക് അഡ്മിഷൻ തന്നില്ല. മാർക്ക് വളരെ കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ആ 2 വർഷത്തെ എനിക്ക് അഡ്മിഷൻ തരാത്തതിൻ്റെ ഒരു ആത്മരോഷം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന്
ഞാൻ 12th കഴിഞ്ഞപ്പോൾ എൻട്രൻസ് എക്സാം എഴുതി. ഒരുപാട് നാളിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ടാണ് എൻട്രൻസ് എക്സാം എഴുതിയത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 35,000 റാങ്ക് എന്തോ ആണ് എൻട്രൻസ് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. 35,000 റാങ്ക്സ് എന്തോ ഉണ്ട്. എനിക്കൊരു 34,800 എന്തോ ആണ് എൻ്റെ റാങ്ക്. ഏറ്റവും അവസാനം ഞാൻ കഴിഞ്ഞൊരു 100-200 പേരും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ റാങ്കിൻ്റെ ഫുൾ ലിസ്റ്റ് തീരും. എന്നിട്ട് ഞാൻ രാജഗിരിയിൽ വന്നു. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു. അഡ്മിഷൻ തന്നില്ല. പല അച്ഛന്മാരെയും വിളിച്ചു പറഞ്ഞ് അഡ്മിഷൻ എടുക്കാൻ ശ്രമിച്ചു, എന്നിട്ടും കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ഫിസാറ്റിൽ പോയി അഡ്മിഷൻ എടുത്തത്. അങ്ങനെ രാജഗിരി മിസ്സായി. അജു ഈ കഥ അറിഞ്ഞോണ്ട് ചോദിച്ചാണല്ലേ? അല്ല, നീ എടുക്കാതിരുന്ന, നീ എഞ്ചിനീയറിംഗ് ഒക്കെയാണോ പഠിച്ചത്? എനിക്ക് കിട്ടിയില്ല. നീ പഠിച്ച് ശ്രമം നടത്തിയില്ലേ? എനിക്കറിയായിരുന്നു ലിസ്റ്റിലെ പേര് വരില്ല. അതുകൊണ്ട് ഞാൻ എഴുതി, ലിസ്റ്റിൽ പേര് വന്നുമില്ല. ഞാൻ പാലാ ബ്രില്യൻസിൽ പോയി 1 മാസം ചില്ലിയത്. നിങ്ങളൊക്കെ തൃശ്ശൂർ പോയില്ലേ? ഞാൻ പാലാ ബ്രില്യൻസിൽ പോയി ചില്ലിയത്. ഈ ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് പടത്തിൽ കാണാൻ പറ്റുക. കിറുക്കനും കൂട്ടുകാരും, ദാറ്റ്സ് ദി ടൈറ്റിൽ ഓഫ് സാറ്റർഡേ നൈറ്റ്. സോ അജു വർഗീസിനോട് നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ കൂട്ടുകാരിൽ ആർക്കാണ് കുറച്ച് ഏറ്റവും കൂടുതൽ ക്രേസി കിറുക്കൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്? ഇവൻ തന്നെ. ശരിക്കും ഏത് സീരിയസ് സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോഴും ഈ കിറുക്കൻ ചിരിപ്പിച്ച് വീട്ടേക്ക് അടുപ്പിക്കും. ആണോ? ഉറപ്പാണ്. അതിപ്പം എൻ്റെ കൺമുമ്പിൽ ഞാൻ എൻ്റെ അവസ്ഥ, നീരജിൻ്റെ അവസ്ഥ, നയൻതാരയുടെ അവസ്ഥ, മഞ്ജിമയുടെ അവസ്ഥ, ഈഷാ തൽവാറിൻ്റെ അവസ്ഥ, വിനീത് ശ്രീനിവാസിൻ്റെ അവസ്ഥ, ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കേട്ടേക്കുന്ന എല്ലാവരുടെ അവസ്ഥ ഇതാണ്. എല്ലാവർക്കും ക്യാമറയുടെ മുമ്പിൽ ഒരു ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ആ ടെൻഷൻ ഒന്ന് മാറ്റാനായിട്ട് ഞാൻ ഒത്തിരി തമാശയും ചിരിയൊക്കെ പറഞ്ഞ്, അല്ലേ? ഞാൻ ഗ്രേസ് ഒരു സിനിമ ചെയ്തിരുന്നു. ഗ്രേസിന് അങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നില്ല ഗ്രേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് സാറ്റർഡേ നൈറ്റ്? എന്താണ് ശരിക്കും സാധാരണഗതിയിൽ പരിപാടികൾ? ഗ്രേസ്, സാറ്റർഡേ നൈറ്റ് ക്രൂ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ സാറ്റർഡേ നൈറ്റുകളിൽ എന്തായിരുന്നു പരിപാടി? ഞങ്ങൾക്ക് ഇവിടെ 2 പേര് മിസ്സാണ്, സൈജു ചേട്ടനും സിജു ചേട്ടനും. ശരിക്കും അവരും കൂടെ വേണ്ടായിരുന്നു ഇവിടെ. നൈറ്റ്സിൽ നല്ല ഞങ്ങൾക്ക് ഫുള്ള് നല്ല നല്ല സുഖമായിരുന്നു. കാരണം മൈസൂരാണ് ഷൂട്ട് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ കേരളം വിട്ടു പോകുമ്പോൾ നമ്മൾ അറിയാത്തൊരു സ്ഥലമാണല്ലോ, നമ്മൾ അറിയാത്ത നാടാണ്. നമ്മൾ പുറത്ത് എന്ത് കാണിച്ചാലും ആരും അറിയില്ല. അപ്പം അറിയാം ഇങ്ങനത്തെ ഒരു ടീം ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. ഒരു ഡീസൻ്റ് ആയിരുന്നു, അപ്പം തന്നെ അറിയാമല്ലോ. അല്ല, നമ്മൾ ഡീസൻ്റ് ആണെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതൊക്കെ തരാം. നമ്മൾ ഓൺ സെറ്റും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത സമയമാണ് സാറ്റർഡേ നൈറ്റ്. ഒരു 10-6 ദിവസവും ഷൂട്ട് ഉണ്ടായിരുന്നു. മൈസൂർ ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, പിന്നെ ഹോസ്പേട്ടയിൽ ഉണ്ടായിരുന്നു, ചിത്രദുർഗ, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ട്രാവലും എല്ലാ എൻജോയ്മെന്റും ചില്ലിങ് ഒക്കെ ആയിട്ട് നമ്മൾ ഫുൾ വൺ പൊളി. സൂപ്പർ. ബാംഗ്ലൂരാണോ അത്? വലിയൊരു പോസ്റ്ററിന്റെ ഫ്രണ്ടിൽ ഇമോഷണൽ ആവുന്നു. കൊച്ചിയിലാണ്. ഓക്കെ, പാലാരിവട്ടത്ത് സാറ്റർഡേ നൈറ്റിൽ വലിയൊരു പോസ്റ്ററിന്റെ മുമ്പിൽ വളരെ ഇമോഷണൽ ആവുന്നു. സോ വുഡ് യു ലൈക്ക് ടു ഷെയർ ദാറ്റ് മൊമെന്റ്? ആദ്യത്തെ പടത്തിന്റെ ആ വലിയ പോസ്റ്റർ കണ്ടപ്പോൾ ഞങ്ങൾ റീൽസിലൂടെ കണ്ടു. വന്നാലും ഞാൻ ഡിഗ്രി ചെയ്തത് കോയമ്പത്തൂരാണ്, PG ചെയ്തത് ബാംഗ്ലൂർ. അപ്പോൾ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ ഞാനങ്ങനെ എടുത്തു വെച്ച് ബാംഗ്ലൂരിൽ നിന്ന് ബസ്സും ട്രെയിനും കയറി കൊച്ചിയിൽ വരും ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ. ഒരു 5-6 കൊല്ലമായിട്ട് ഇങ്ങനെ ഓഡിഷന് പോകാത്ത പടങ്ങളില്ല. എല്ലാ മൂവിക്കും ഓഡിഷന് പോകും. അപ്പോൾ നമ്മൾ ആ വഴി കൂടെ ഒക്കെയാണ് ഇന്നും നമ്മൾ ഈ ഓട്ടോ പിടിച്ചിട്ടും അങ്ങനെ ഓഡിഷന് പോവുക. എവിടെയും വന്നിട്ടില്ലല്ലോ ഇതുവരെ. കുറേ ആഡ്സ് ചെയ്തു, അതിൻ്റെ ഒന്നും പോസ്റ്റർ ഇതുവരെ എവിടെയും വന്നിട്ടില്ല. എല്ലാവരും ഇങ്ങനെ വെക്കുന്ന പറയും വന്നിട്ടില്ല. എല്ലാവരും കുറേ മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്, ഒന്നും എവിടെയും നടന്നിട്ടില്ല. ഈ പടം കഴിഞ്ഞപ്പോഴും എനിക്കറിയില്ലായിരുന്നു ഞാൻ പോസ്റ്ററിൽ വരുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നോ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പോസ്റ്റർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ നോർമൽ ഒരു ഡേ ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് ലുലു മാളിൽ അമ്മയുടെയൊക്കെ കൂടെ ഷോപ്പിങ്ങിന് പോകുമായിരുന്നു. അങ്ങനെ ഈ ക്യാബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് കാർ ആക്ച്വലി നടുവ് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് കൊച്ചിനെ പറ്റി അറിയില്ലെങ്കിൽ സ്ഥലങ്ങൾ അറിയില്ല പറയാൻ. റൈറ്റ് സൈഡിൽ എനിക്ക് ഭയങ്കര വലിയൊരു ഫ്ലെക്സ് ചെയ്യാൻ കാണുക.
ഒരു സെക്കൻഡ് ഞാൻ ഇങ്ങനെ ആ ഫീലിംഗ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കുളിര് പോരെയായിരുന്നു, ആകെ കരച്ചിലൊക്കെ വന്ന് ഞാൻ ക്യാബ് ഡ്രൈവറിൻ്റെ അടുത്ത് ചേട്ടൻ ഒന്ന് പെട്ടെന്ന് വണ്ടി നിർത്തുക പറഞ്ഞ് ഞാൻ ആകെ വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആകെ വണ്ടി ആളുടെ കയ്യിൽ നിന്ന് പോയി, ആള് ഫ്രണ്ടിൽ വണ്ടി സൈഡാക്കി. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ആ വീഡിയോ എടുത്തത്. ഞാൻ ഓടിപ്പോയി ആ ഫ്ലെക്സിൻ്റെ മുന്നിൽ ഭയങ്കര അത് ആ സമയത്ത് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അപ്പോഴേക്കും അവിടെ ആൾക്കാർ കൂടുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വെരി ഇമോഷണൽ. ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് ഹൈഡി. ആദ്യത്തെ സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ ഇമോഷണലാണ്. അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരും ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു 12-1 മണിക്ക് ഞാൻ വീണ്ടും ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ട് സമാധാനമായിട്ടും ഫ്ലെക്സിന്റെ മുന്നിൽ പോയി നിന്ന് അവിടെ ടീ ടൈം അങ്ങനെ എന്തോ ചായക്കടയൊക്കെ ഉണ്ട്, അവിടുത്തെ ഒരു ചായയൊക്കെ വാങ്ങി കുറേ നേരം ഫ്ലെക്സ് നോക്കിയിരുന്നു. അടിപൊളി. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അജു വർഗീസിന്റെ കമന്റും റിപ്ലൈ ഒക്കെ എന്തൊക്കെയായിരുന്നു? അജിചേട്ടനും നിവിൻ ചേട്ടനും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, പിന്നീടാണ് പറഞ്ഞത്. അത് അജിചേട്ടൻ നല്ല രസമായിട്ട് പറയും, ഞാൻ അജിചേട്ടൻ മൈക്കോടും. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം മലർവാടിയുടെ ഫ്ലെക്സ് വന്ന സമയത്ത് നമ്മൾ വൈറ്റിലേ പോയി നിന്നിട്ടുണ്ട്. കളമശ്ശേരിയിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഫ്ലെക്സ് കണ്ടപ്പം നമ്മൾ അതിൻ്റെ മുമ്പ് അന്ന് പോയി എടുത്തില്ല. അന്ന് റീൽസും ടിക്ടോക്കും ഒന്നും ഇല്ല. പക്ഷേ അത് ഭയങ്കര ഒരു പേഴ്സണൽ മൊമെൻ്റാണ്. ഒരിക്കലും ഫസ്റ്റ് ഫിലിം രണ്ടാമതില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ജീവിതത്തിൽ മലർവാടി ആർട്സ് ക്ലബ് അതിൻ്റെ സ്പേസ് എന്നും അത് തന്നെയാണ്. ബാക്കി സിനിമകളൊക്കെ ഇറ്റ്സ് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ അതും മാളവികയുടെ ആ വീഡിയോയിലുണ്ട്. എൻ്റെ പേഴ്സണൽ സന്തോഷം അതിൽ ഉപയോഗിച്ച പാട്ട് എൻ്റെ പാട്ടാണ്. അപ്പം സത്യം, അതെ, അതുകൊണ്ട് ഒരു എക്സ്ട്രാ സന്തോഷം. അടിപൊളി. സോ സാറ്റർഡേ നൈറ്റ് കൂട്ടുകാരുടെ ഒരു റീയൂണിയൻ ആണോ? എന്താ നിവിന് പറയാൻ പറ്റുക? നമ്മൾ എന്തായാലും പറയാൻ പറ്റുന്ന റീയൂണിയൻ ഉണ്ട്. അതിന് മുമ്പ് ഒരു ജോലി ചെയ്ത് നടന്നുള്ള സമയത്തുള്ള ഒരു സമയമുണ്ട്. ഇതിനിടയിൽ ഇപ്പം എല്ലാ ഫ്രണ്ട്ഷിപ്പും എപ്പോഴും പോസിറ്റീവായിട്ടല്ല പോവാം. എപ്പോഴും ഫ്രണ്ട്സായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് നമ്മൾ തല്ലി പിടിക്കും, ഈഗോ ക്ലാഷ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുത്തൻ നന്നാകുമ്പോൾ മറ്റവന് ചെറിയൊരു വിഷമം ഉണ്ടാവും. അങ്ങനെ ശരിക്കും ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്ന എല്ലാ ഇമോഷണൽ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. വെറുതെ അടിച്ചുപൊളി പരിപാടി സാധനങ്ങൾ ഒന്നുമല്ല, പക്ഷേ അല്ലാതെ നടക്കുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഇമോഷൻസും വേർപാടും. പിന്നെ നമ്മൾ ഈഗോ കാരണം പലപ്പോഴും ഫോൺ വിളിക്കില്ല. കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പിന്നെ കെട്ടിപ്പിടിച്ച് പിന്നെ അത് ഇപ്പോഴും ഫ്രണ്ട്സിനിടയിൽ നടക്കുന്നതാണ്. അങ്ങനത്തെ ഒരു ജേർണിയാണ് ഈ സിനിമ സാറ്റർഡേ നൈറ്റ്.